വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച കെ.ടി. ജലീലിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പി.വി. അൻവർ. മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ ഒരു ഇടതുപക്ഷ നേതാക്കളും പിന്തുണച്ചിട്ടില്ലെന്നും എന്നാൽ ജലീൽ എന്തിനാണ് ഇതിന് മുതിർന്നതെന്ന് വ്യക്തമാക്കണമെന്നും പി.വി. അൻവർ ആവശ്യപ്പെട്ടു. എന്നോട് പറഞ്ഞല്ലോ ആര് വെള്ളാപ്പള്ളി, കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്ത് ജലീലെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ലീഗിനെയാണ്. ആരാ പറയുന്നത്? ശ്രീ കെ.ടി. ജലീൽ. ആരെയാണ് അദ്ദേഹം കോട്ടന്മാരാക്കുന്നത്? ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ 4-5 പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടില്ല. മുസ്ലിം സമുദായം AP ഉസ്താദ് ലീഗിനേതാവാ ജലീലിന് മറുപടി പറയണം. വ്യക്തിപരമായി പറഞ്ഞില്ലേ, പിന്നെ ആരെ പറയാൻ ബാക്കി? എങ്ങനെയാ പറഞ്ഞത്? മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാര് പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ കാല് നക്കും. എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത്. ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ജലീൽ പറയുന്നത് ആരും വിശ്വസിക്കില്ല, അത് ജലീലിനും അറിയാം. അതാണ് അദ്ദേഹം ഖുറാനെ കയ്യിൽ പിടിക്കുന്നത്. ജലീലിന്റെ കയ്യിൽ എപ്പോഴും 2 സഞ്ചികൾ ഉണ്ടാകും, ഒന്നിൽ ഖുറാനും മറ്റൊന്നിൽ യൂത്ത് ലീഗുകാർ ഉടുത്ത തുണിയുമാണ്, പി.വി. അൻവർ ആരോപിച്ചു. ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഒരു ബാഗിൽ ഇന്നലെ ഞാൻ കണ്ടു, അതിൽ ഒരു സഞ്ചിയിൽ കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 സഞ്ചിയായിട്ട് നടക്കുന്നത്. ഒരു സഞ്ചിയിൽ ഖുർആൻ, മറ്റേതില് യൂത്ത് ലീഗുകാർ ഉടുത്ത് കഴുകിയ കുറെ തുണി, മനസ്സിലായോ? പിന്നെ കഴുകാത്ത തുണി ഇന്നെടുത്തിട്ട് ഇങ്ങനെ നടക്കുക. ഒരു മനുഷ്യനെ പ്രാന്തായ എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു പ്രൊഫസറല്ലേ, ഡോക്ടർ കെ.ടി. ജലീൽ. എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയൊക്കെ ഇത്ര ഈ ഭാഷാത്തരത്തിലാക്കി വെക്കുന്നത്? എന്നിട്ട് എന്താ പറയുക, ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്. എന്താ തുണിന്റെ കമ്പനിയുടെ പേര്? രാംരാജ്. മൂപ്പര് രാംരാജ് കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ? രാംരാജ് അതിൽ 700 റുപ്യ എന്തോ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള്? എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ട്? ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിന് ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ? 100 റുപ്യന്റെ ബിരിയാണി നമ്മൾ 200-ഉം 300-ഉം 500-ഉം കൊടുത്ത് വാങ്ങുന്നത് എന്താണ്? അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും, അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും. അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് 100 രൂപയുടെ ബിരിയാണി 200 റുപ്യക്കും 300 റുപ്യക്കും 500 രൂപക്കും നമ്മൾ വാങ്ങുന്നുണ്ട്. അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡിവൈഎഫ്ഐക്കാർ പോവോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വർഗീയതയല്ല എന്ന് ഖുറാൻ പിടിച്ചു പറയാൻ ജലീലിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ബഹാവുദ്ദീൻ നദ്വിയെക്കുറിച്ച് CPM പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയെന്നും ഒരു പണ്ഡിതനെ പീഡകനായി ചിത്രീകരിച്ചെന്നും അൻവർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ CPM ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ UDFിലെ മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ലെന്നും പി.വി. അൻവർ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറ്റകുറ്റപ്പണി മന്ത്രിയായി മാറിയെന്നും ഫറോക്ക് പാലം ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN മലപ്പുറം.